അദ്ദേഹം ഈ സൈക്കിളുമായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് കുട്ടികൾ മോളുണ്ട്. മോളുടെ വിവാഹം മോൻ അധികം നാളായോ? ആണല്ലേ, ഓക്കെ. പിന്നെ റെയിൽവേ അല്ലേ? ഓക്കെ 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 ആണല്ലേ, ഓരോ അപകടം. എന്തായാലും അവർ വേർപാടും അതൊരു ദുഃഖവും വേണ്ടി പിന്നെ വീടും മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു കഷ്ടപ്പാടിൽ മാറിയിട്ടില്ല. ഒരു വേർപാടിൻ്റെ ദുഃഖം ഒരിക്കലും മാറില്ലല്ലോ. നമുക്കൊരു ഇതുപോലെ നിൽക്കും. എന്തായാലും പ്രാർത്ഥിക്കില്ല, മകന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് നമുക്കുള്ളത്. എന്തായാലും മകൾക്കും ഭാര്യയ്ക്കും ആ കുടുംബവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ആ ഒരു കാര്യം കണ്ടോ. എനിക്കിത് പല പ്രാവശ്യമായിട്ട് സത്യത്തിൽ എൻ്റെയും പിതാവും ഒക്കെ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ഞങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ കാഴ്ചകൾ കാണുമ്പോൾ പക്ഷേ കണ്ണുകൾ നിറഞ്ഞു പോകും. എന്നാലും അദ്ദേഹത്തിൻ്റെ സൈക്കിളും ഒരു ഇതിലാണ്. ചവിട്ടി പോരാനുള്ളൊരു സാഹചര്യം കിട്ടാറില്ല അല്ലേ. പിന്നെ കണ്ണിനും ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ്. എന്തായാലും സുധാകരൻ ചേട്ടൻ്റെ ഈ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ നടത്തുമെങ്കിലും അദ്ദേഹം 10-35 കൊല്ലമായി ചെയ്തു പോരുന്ന ആ ഒരു കച്ചവടം മാത്രമല്ല നാട്ടുകാരുടെ ഒരു സഹകരണമാണ് ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് കാണുന്നത്. ഇപ്പോൾ ഓൺലൈനായിട്ട് ഫോണിൽ കുത്തിക്കഴിഞ്ഞാൽ വീട്ടുപടിക്ക് സാധനം മിനിറ്റുകൾക്ക് എത്തിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് അദ്ദേഹം ഈ സൈക്കിളുമായി വീടുകളുടെ മുന്നിൽ ചെല്ലുമ്പോൾ അതൊക്കെ വാങ്ങിക്കുക, ആ ചേട്ടനുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുന്നതിൽ എല്ലാ ഐറ്റവും ഉണ്ടല്ലോ. വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ, എല്ലാം ഉണ്ട്. ഒരു മഴക്കാലത്തും ചേട്ടനെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ ഈ രീതിയിൽ തന്നെ. എന്തായാലും ഞാൻ രാവിലെ തന്നെ എൻ്റെ ശബ്ദം തന്നെ പതറിപ്പോന്നു ഇതുപോലെ ഓരോ തൊഴിലുകൾ കാണുമ്പോൾ. സത്യത്തിൽ ആത്മാർത്ഥയോട് ചെയ്യുന്ന തൊഴിലുകളിൽ നാട്ടുകാരുടെ ആത്മാർത്ഥതയുമാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ തൊഴിൽ കണ്ടപ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ടൊന്ന് സംസാരിക്കണമെന്നും സംസാരിച്ച് നിങ്ങളുടെയൊക്കെ മുന്നിൽ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നൊരാഗ്രഹം ഉണ്ടായി. അദ്ദേഹം തിരക്കിലാണ്, ഞാനും ചെറിയ രാവിലെ തന്നെയുള്ള ഓട്ടത്തിലാണ്. തിരക്കിനിടയിൽ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ തന്നെയാണ് വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടെ തന്നെ എനിക്ക് മറുപടികൾ തന്നു. കുഴപ്പമില്ല, വീഡിയോ ചെയ്യാമെന്നുള്ളത്. എന്തായാലും പട്ടേലിപ്പുറം ഭാഗമാണ്. ആലുവ ഗവൺമെൻറ് ആസ്പത്രി ഭാഗത്തു നിന്നുള്ള മെഡിക്കൽ കോളേജ് റോഡ് കയറി പോന്നാൽ പട്ടേലിപ്പുറം റോഡ്, ആ ഭാഗത്ത് ജൂബിലി റോഡ് എന്ന് പറയും, ആ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. സുധാകരൻ എന്നാണ് ചേട്ടൻ്റെ പേര്. എന്തായാലും ചേട്ടൻ്റെ ഞാൻ പരിചയപ്പെടുന്നതിനൊപ്പം എൻ്റെ പ്രിയമുള്ളവരെയും പരിചയപ്പെടുത്തുകയാണ്. സ്കൂട്ടർ വാങ്ങാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ കണ്ണിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് സ്കൂട്ടർ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. സൈക്കിള് എന്തായാലും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള സൈക്കിളാണ് എങ്കിലും നിങ്ങളുടെയൊക്കെ ഇഷ്ടം. അദ്ദേഹത്തിനെ കോണ്ടാക്റ്റ് ചെയ്യാം. ജൂബിലി റോഡ് അല്ലെങ്കിൽ പട്ടേലിപ്പുറം ഭാഗത്ത് വന്നിട്ട്